Hi dear friends, welcome to Chalkboard Stories. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ളതാണ്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഈ 2021 മുതൽ 25 വരെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 13 പരീക്ഷകളാണ് ആര് നടത്തിയത്? നമ്മുടെ PS നടത്തിയിട്ടുള്ളത്. ഈ 13 പരീക്ഷകളിലും കൂടി നമുക്ക് ഏകദേശം PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷൻ ടോട്ടൽ ആയിട്ട് നമുക്ക് ഹിസ്റ്ററി എന്ന പോർഷനിൽ നിന്ന് 10 മാർക്കിനാണ് എന്ത് വരുന്നത്? നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഉണ്ട്, അതേപോലെ അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഉണ്ട്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ് ഉണ്ട്, നാഷണൽ മൂവ്മെന്റ് ഉണ്ട്, അതേപോലെ ലിറ്റററി സോഴ്സ് ഉണ്ട്, യുണൈറ്റഡ് കേരള മൂവ്മെന്റും, പൊളിറ്റിക്കൽ ഹിസ്റ്ററി കേരള ആഫ്റ്റർ 1956. ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സിലബസ് നിങ്ങൾ അത്യാവശ്യം പഠിച്ചാൽ നമുക്ക് 3:4 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 എങ്കിലും നമുക്കൊരു ആവറേജ് പറയാവുന്നത് 3 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഏറ്റവും മിനിമം 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അത് ചിലപ്പോൾ എന്തിലേക്കും പോകാം? 4ലേക്കും പോകാം. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യന്റെ നോക്കാം. നമുക്കൊന്ന് കണ്ടോ, ഇതാണ് ഈ 72/25 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആണ് എന്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്? കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 എണ്ണവും അറൈവൽ ഓഫ് യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, ഇതിൽ 4 എണ്ണം ചോദിച്ചു. അതേപോലെ തന്നെ ഇവിടെ ഈ 56/2025 എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 എണ്ണം ഓക്കെ ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിലാണെങ്കിലോ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. 47/24 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 38/24. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഇതാണ് നമ്മുടെ 13 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതിൽ തന്നെ നോക്കിക്കേ, ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നാണ് 8 ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് ഏകദേശം ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 43ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ ഈ ഒരു സെറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം എത്രയാണ്? 37ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന്, അല്ല 43 ക്വസ്റ്റ്യനില് ഇവിടെ നമുക്ക് ഏകദേശം ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബാക്കി കുറച്ചെന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ റീഫോം ഉൾപ്പെടെ ഏകദേശം നമുക്ക് എത്രയാണ് കണ്ടോ? ആഫ്റ്റർ 1956 അത് 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ മൂവ്മെന്റിൽ നിന്ന് 7 മാർക്ക് ഉണ്ട്. സോഷ്യൽ റീഫോമിൽ നിന്ന് 8 മാർക്ക്. കുറവ് ചോദിച്ചിരിക്കുന്നത് ഈ 2 യൂണിറ്റുകളിൽ നിന്നാണ്, ലിറ്റററി സോഴ്സിൽ നിന്നും അതേപോലെ യുണൈറ്റഡ് കേരള. ഇത് എക്സാക്ട് അല്ല, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. 43 ക്വസ്റ്റ്യനിൽ കുറെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യാത്ത ഏകദേശം ഒരു 37ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. നോക്കിക്കേ, ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 72/25 അതിന്റെ, അതായത് നമ്മുടെ ലാസ്റ്റ് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. 1498 എന്ത് നടക്കുന്നത്? മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തി. ശരിയല്ലേ? നമുക്കറിയാം 1498 മെയ് മാസത്തിലാണ് ആര് വരുന്നത്? വാസ്കോഡ ഗാമ. ഏത് ദിവസം? മെയ് 20. നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? നമുക്ക് എവിടെയാണത് വരുന്നത്? കോഴിക്കോട്, കാപ്പാട്, ചേമഞ്ചേരി. ആ ഒരു പേരൊന്ന് പഠിച്ചു വെക്കണേ, ചേമഞ്ചേരി. അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേമഞ്ചേരി, കോഴിക്കോട്, കാപ്പാട്, ചേമഞ്ചേരി. 1500 പെട്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. അപ്പൊ എന്താ? ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് നിങ്ങൾ മാക്സിമം നമുക്ക് അതായത് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കുക. ഡിലീഷൻ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. കണ്ട, ഒന്ന് ശരിയാണ്. അപ്പൊ എന്താണ്? ഇത് രണ്ടും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ 3 ഓപ്ഷൻ ആയിട്ട് വരാം. ഇനി 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിലേക്ക് എത്തി. അതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ബേസിക് ആയിട്ട് വാസ്കോഡ ഗാമയെ പഠിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതും കട്ട് ചെയ്യാം. ഒന്നുകിൽ 1ഉം 3ഉം ശരി, അല്ലെങ്കിൽ എല്ലാം ശരിയായിരിക്കണം. പോർച്ചുഗീസുകാർ കേരളം വിടുന്നവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയായുള്ള സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അതും ശരിയാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റും ഇവിടെ എന്താണ്? ശരിയാണ്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ആരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്? പറങ്കികൾ, പറങ്കി, ലന്തക്കാർ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പറങ്കികൾ ആരാണ്? പറങ്കികൾ എന്ന് പറഞ്ഞാൽ അവരാണ് പോർച്ചുഗീസുകാരെ പറയുന്ന പേരാണ് എന്ത്? പറങ്കികൾ എന്ന്, അല്ലെ? 1498 മെയ് 20 വാസ്കോഡ ഗാമ വരുന്നത്. ഇനി നമുക്ക് ചോദിക്കാറുണ്ട്, ഈ വാസ്കോഡ ഗാമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വരുന്നത് 1498. അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് എന്താണ്? 1499 എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം തിരിച്ച് ലിസ്ബണിലേക്ക് പോകുവാണ്. ലിസ്ബണിലേക്ക് പോകുന്നു. ഇനി എന്താണ്? 1502 വാസ്കോഡ ഗാമയുടെ 2ാം വിസിറ്റ് ആണ്, അല്ലെ? കേരളത്തിലേക്ക് വരുന്ന 2ാം വിസിറ്റ് ആണ്.
കേരളത്തിലേക്ക് എന്നല്ല ട്ടോ, മൊത്തത്തിൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന രണ്ടാം വിസിറ്റ്. നമുക്കറിയാം കേരളത്തിൽ തന്നെയാണ് അത് വന്നിരുന്നത്. ഇനി എന്താണ് 1524 അദ്ദേഹം 3-ാം തവണ വരുന്നു. തേർഡ് വിസിറ്റ് ആണ്. അദ്ദേഹം ആ സമയത്തല്ല വൈസ്രോയി ആയിട്ട് വരുന്നത്. ഇനി എന്താണ് 1524 തന്നെ ഡിസംബർ 24 നമ്മുടെ എന്താണ് 24 കണക്ട് ചെയ്ത് പഠിക്കുക. ഏത് വർഷം? 24 ഡിസംബർ 24 നമ്മുടെ ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബോഡി 1539 എന്ത് ചെയ്യുന്നത്? ഭൗതിക ശരീരം തിരിച്ച് അങ്ങ് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്രയുമാണ് നമുക്ക് വാസ്കോ ഡ ഗാമയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് വർഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനി ആരാണ്? അൽമേഡ, അൽബുക്കർക്ക് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആരാണ് അൽമേഡ? ചോദിക്കാറുണ്ട്. ആദ്യത്തെ പോർച്ചുഗൽ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? വൈസ്രോയി ആണ് അൽമേഡ. അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി. രണ്ടാമത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? രണ്ടാമത്തെ വൈസ്രോയി എന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് അല്ലെ? അമ്മയുടെ പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ബുക്ക് വായിക്കാൻ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ആദ്യം ഇപ്പൊ എന്താണ് വേണ്ടത്? മേഡയാണ് വേണ്ടത് അല്ലെ? അൽമേഡയായിരുന്നു ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വൈസ്രോയി ആണ് ആര്? ഈ പറയുന്ന അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പറയുന്ന അൽമേഡയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് നമ്മൾ പഠിക്കുന്നത്? നീലജല നയം. ആരാണ് നടപ്പിലാക്കിയെന്ന് ചോദിക്കാറുണ്ട്. ബ്ലൂ വാട്ടർ പോളിസി, നീലജല നയം ആരാണ്? അൽമേഡയാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. അൽമേഡ. നീലജല നയം ആരാണ്? അൽമേഡയാണ്. അതായത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു നാവികപ്പട എന്താണ് അതിലൂടെ സമുദ്രത്തിലൊരു മേധാവിത്യം അതായിരുന്നു എന്താണ് പോർച്ചുഗീസുകാർ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഒരു നയത്തെയാണ് ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്യം അതുവഴി എന്താണ് പോർച്ചുഗീസിന്റെ വ്യാപാരം എന്താണ് വളർത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതേപോലെ നമ്മൾ പറയുന്നുണ്ട് കാർട്ടർ സമ്പ്രദായം, കാർട്ടർ സിസ്റ്റം കൊണ്ടുവന്ന ആരെന്ന് ചോദിക്കാറുണ്ട്. അതും ഈ പറയുന്ന കാർട്ടസ് വ്യവസ്ഥ, കാർട്ടർ സമ്പ്രദായം കൊണ്ടുവന്നതും ഈ പറയുന്ന പോർച്ചുഗീസുകാരാണ്. അതും ചോദിക്കുന്നതാണ് കാർട്ടർ സിസ്റ്റം. എന്താണ് കാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ? അതായത് പാസ് ആയിരുന്നു. അതായത് ഒരു കപ്പല് കടന്നു വരുവാണെങ്കിൽ ആ കപ്പലിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാസ് ആയിരുന്നു. ആ പാസ് ഇല്ലെങ്കിൽ എന്താണ് ആ കപ്പൽ കടത്തിവിടത്തില്ല. അതിനെയാണ് കാർട്ടർ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വരും ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കൂടുതലായിട്ട്. നെക്സ്റ്റ് നോക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ആരാണ് കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്? അത് ഡച്ചുകാരെയാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്. ഡച്ചുകാർ 1741 ഓഗസ്റ്റ് 10 എന്ത് സംഭവിക്കുന്നത്? കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിൽ? നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. അതിൽ ആരാണ് ജയിക്കുന്നത്? മാർത്താണ്ഡവർമ്മ അല്ലെ? മാർത്താണ്ഡവർമ്മയാണ് അതിൽ ജയിക്കുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച വ്യക്തിയാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് ഈ കുളച്ചൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെയാണ് ഈ കുളച്ചൽ? ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ എവിടെ? കന്യാകുമാരിയിലാണ് ഇപ്പൊ ഈ പറയുന്ന കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പേരാണ് എന്ത്? ഡിലനോയ്. ആരാണ് ഡിലനോയ് എന്ന് പറയുന്നത്? ഡിലനോയ് അതായത് നമുക്കറിയാം അല്ലെ? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ്. അദ്ദേഹമാണ് പിന്നീട് ആരായിട്ട് മാറുന്നത്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ആരാണ്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡിലനോയ്, വലിയ കപ്പിത്താൻ. ഓക്കെ, അതേപോലെ ഡിലനോയ് സ്മാരകം എവിടെയാണ്? അത് നമ്മുടെ കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം ഉള്ളത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്യുക. ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻഡ്രേഡ്. PSC പഠിക്കുന്ന ആർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അത് ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻഡ്രേഡ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ഈ ഓപ്ഷൻ രണ്ടും അങ്ങ് വെട്ടിക്കോ. A3 ആണെന്ന് മാത്രം നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ എന്താണ് 50-50 ആണ് ചാൻസ് അല്ലേ? പിന്നെ നമുക്ക് നോക്കാം. കണ്ട, തുവ്വത്തുൽ മുജാഹിദീൻ. ഈ പേര് വായിക്കുമ്പോഴേ അറിയാം അതൊരു എന്താണ് കാടാഞ്ചേരി നമ്പൂതിരി ഒന്നും ആയിരിക്കില്ല അത് എഴുതിയിരിക്കുന്നത്. കുലശേഖര ആൾവാറും ആയിരിക്കില്ല. അതാരാണ് തുവ്വത്തുൽ മുജാഹിദീൻ എഴുതിയത്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അപ്പൊ എന്താണ്? D എന്ന് പറയുന്ന 2 ആണ്. ഇവിടെയും D2 ആണ്, ഇവിടെയും D2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് തന്നെ നോക്കണം. മാമാങ്കം കിളിപ്പാട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എന്താ 50-50 ചാൻസ് ആയി. ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിനെ കറക്കി കുത്തി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു അതായത് എപ്പോഴാണ് കറക്കി കുത്തി എഴുതേണ്ടത്? നിങ്ങൾക്ക് അത്യാവശ്യം ആദ്യം തന്നെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. ഇതെനിക്ക് അറിയില്ല, ജസ്റ്റ് അവിടെ ഒന്ന് പെൻഡിങ് വെച്ചേക്കുക. ലാസ്റ്റ് നമ്മൾ സേഫ് ആണ്, ഞാൻ എഴുതിയൊക്കെ അത്യാവശ്യം സേഫ് ആണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 50-50 ചാൻസ് ഉള്ളതിലേക്ക് നമുക്കൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക്. ഓക്കെ, എലിമിനേഷൻ മെത്തേഡിലൂടെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വായിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ആകും.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇനി ഏതാണ് നമുക്ക് ആൻസറിലേക്കല്ലേ നമുക്ക് എത്തേണ്ടത്. മാമാങ്കം. മാമാങ്കം ആരുടേതാണ്? മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരിയാണ്. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാറാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി എന്ന് പറയുന്ന ഒന്ന്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. അല്ലെ, ഡച്ച് ഗവർണറായ ഹെൻറി വാൻ റീഡ് ആണ് മലബാറിന്റെ അല്ലെ ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ് അതിന്റെ മീനിങ്? മലബാറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? മലബാർ അല്ലെ, ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അതിൽ എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ലാറ്റിൻ ഭാഷയിൽ 12 വോളിയമായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? പുറത്തിറക്കുന്നത്. ഏതൊക്കെ വർഷം? 1678 മുതൽ 1703 വരെയുള്ള വർഷങ്ങളിലായിട്ട് 12 വോളിയമായിട്ടാണ് ഇത് പുറത്തിറക്കുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. പിന്നെ അതിനെ സഹായിച്ച കുറച്ച് പേരുണ്ടല്ലോ. ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതിന് സഹായിച്ചൊരു വൈദ്യൻ ഉണ്ടായിരുന്നല്ലോ, ഒരു ഈഴവ വൈദ്യൻ. അദ്ദേഹത്തിന്റെ പേരാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് നമുക്ക് നോക്കേണ്ടത്? മാമാങ്കം കിളിപ്പാട്ട് നോക്കാം. ഈ മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിലെ സദസ്യനായിരുന്നു ആര്? ഈ പറയുന്ന കാടാഞ്ചേരി നമ്പൂതിരി. ആരാണ്? കോഴിക്കോട് സാമൂതിരിയുടെ സദസ്യനായിരുന്നു ആര്? കാടാഞ്ചേരി നമ്പൂതിരി. അദ്ദേഹം എഴുതിയതാണ് എന്ത്? മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? പെരുമാൾ തിരുമൊഴി. പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? കുലശേഖര ആൾവാറാണ്. അതായത് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആര്? ഈ പറയുന്ന കുലശേഖര ആൾവാർ എന്ന് പറയുന്നത് സാമ്രാജ്യ സ്ഥാപകൻ. ഓക്കെ, അദ്ദേഹമാണ് എന്ത് എഴുതുന്നത്? പെരുമാൾ തിരുമൊഴി. പഠിച്ചു വെച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഇത്. സംസ്കൃതത്തിൽ എഴുതിയ ഒരു മുകുന്ദമാല, ഒരു ഭക്തി കാവ്യമാണ് എന്ത്? മുകുന്ദമാല എന്ന് പറയുന്നത്. എന്താണ്? മുകുന്ദമാല. സംസ്കൃതത്തിലെ ഒരു എന്താണ്? ഭക്തി കാവ്യമാണ് എന്ത്? മുകുന്ദമാല. ആരാണ് എഴുതിയത്? കുലശേഖര ആൾവാർ. അപ്പൊ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻ റീഡ്, മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരി. മാമാങ്കം കിളിപ്പാട്ട് ആലോചിച്ച് നോക്കിയേ. കിളികളൊക്കെ ഉള്ള എവിടെയാണ്? കാട്ടിലാണെന്ന് ചിന്തിച്ചു വെക്കുക. കാടാഞ്ചേരി നമ്പൂതിരി. ഓക്കെ, പെരുമാൾ തിരുമൊഴി എവിടെയാണ്? കുലശേഖര ആൾവാർ. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആരാണ്? എവിടെയാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ. അത് ഏതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് നമ്മുടെ അറബി ഭാഷയിലാണ്. ഓക്കെ, അറബി ഭാഷയിൽ. അതായത് എന്തായിരുന്നു അതിന്റെ ഇതിവൃത്തം? അത് ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശം, പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ നമ്മുടെ കോഴിക്കോട് സാമൂതിരിമാരും നമ്മുടെ കുഞ്ഞാലി മരക്കാരും ഒക്കെ തമ്മിൽ നടത്തിയ പോരാട്ടമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഒരു കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, തുഹ്ഫത്തുൽ മുജാഹിദീൻ ഏതാണ്? അപ്പൊ ആരാണ് എഴുതിയിരിക്കുന്നത്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഷെയ്ഖ് സൈനുദ്ദീൻ. അറബി ഭാഷയിലാണ്. ഇനി ഇതിൽ ചോദിക്കുന്നുണ്ട്, ഇത് രചിച്ച കാലഘട്ടം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ തെറ്റ് തന്നിരിക്കുന്നത് അത് 16-ാം നൂറ്റാണ്ടെന്ന് പറയുന്നതിന് പകരം 18-ാം നൂറ്റാണ്ടോ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കൃതിയാണെന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് 16-ാം നൂറ്റാണ്ടിലാണ് എന്ത് എഴുതുന്നത്? ഈ കൃതി എഴുതുന്നത്. 16-ാം നൂറ്റാണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റ് രണ്ട് പേരുകളാണ് ഈ കൃതികൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട അധിനിവേശത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ അതാരാണ്? അത് ഗാസി മുഹമ്മദ് എഴുതിയതാണ്. ആരാണ്? ഗാസി മുഹമ്മദ്. പിന്നെ ഏതാണ്? ഫാദുൽ മുജാഹിദീൻ. ഫാദുൽ മുജാഹിദീൻ അത് എഴുതിയത് ആരാണ്? അത് സൈനുല്ലാബ്ദീൻ ആണ്. സൈനുല്ലാബ്ദീൻ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഈ പറയുന്ന പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി എഴുതിയതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഗാസി മുഹമ്മദ് രചിച്ച മറ്റൊരു അറബി മലയാളം കൃതിയുണ്ട്, മുഹയുദ്ദീൻ മാല. ഗാസി മുഹമ്മദിന്റെ മറ്റൊരു അറബി മലയാളമാണ് മുഹയുദ്ദീൻ മാല. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ഇത് രണ്ടും നമ്മുടെ പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റിയാണ്. മുഹയുദ്ദീൻ മാല എന്ന് പറഞ്ഞ ഒരു അറബി മലയാളം ഒരു കൃതിയാണത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. ഓക്കെ, ശരി ഉത്തരമാണ് വേണ്ട. നേരെ ഇതങ്ങ് വെട്ടിക്കോ. ഒന്ന് ശരിയാണ്. PK ചാത്തൻ മാസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്?
വ്യവസായ വകുപ്പ് ചാത്തൻ മാസ്റ്റർ എന്തായിരുന്നു? വ്യവസായമായിരുന്നോ? അല്ല, അദ്ദേഹം എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണമായിരുന്നു. KR ഗൗരിയമ്മ റവന്യൂ ആയിരുന്നു. KP ഗോപാലൻ എന്തായിരുന്നു? KP ഗോപാലൻ വ്യവസായമായിരുന്നു. വ്യവസായം KP ഗോപാലൻ. സോ ഇവിടെ നമുക്ക് വേണ്ടത് 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കിക്കേ, EMS ആയിരുന്നു മുഖ്യമന്ത്രി. C അച്യുതമേനോൻ എന്തായിരുന്നു? സാമ്പത്തികമായിരുന്നു അല്ലെ, ധനകാര്യ വകുപ്പ്. TV തോമസ് ഗതാഗതവും തൊഴിലുമായിരുന്നു. KC ജോർജ് ആണെങ്കിൽ ഭക്ഷ്യം വനമാണ്. KP ഗോപാലൻ വ്യവസായ വകുപ്പായിരുന്നു. TA മജീദ് പൊതുമരാമത്തായിരുന്നു. ചാത്തൻ മാസ്റ്റർ PK ചാത്തൻ ആരായിരുന്നു? സ്വയംഭരണമായിരുന്നു. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണം. ജോസഫ് മുണ്ടശ്ശേരി ആരാണ്? വിദ്യാഭ്യാസമാണ്. KR ഗൗരി എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് എക്സൈസ് ആണ്. VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത് നിയമവും വിദ്യുത് ശക്തിയുമാണ്. നെക്സ്റ്റ് വരുന്നത് ആരാണ്? AR മേനോൻ ആണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഈ 11 പേരുടെ പേരും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. EMS മുഖ്യമന്ത്രി, അച്യുതൻ സാമ്പത്തികം, TV തോമസ് ഗതാഗതം തൊഴില്, അതേപോലെ തന്നെ ഗൗരിയമ്മ റവന്യൂ എക്സൈസ്, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം ഒക്കെ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആ സമയത്തെ ഗവർണർ ആരായിരുന്നു? ആ സമയത്തെ ഗവർണർ എന്ന് പറയുന്നത് BR റാവു, B രാമകൃഷ്ണ റാവു ആയിരുന്നു ആ സമയത്തെ എന്തെന്ന് പറയുന്നത്? ഗവർണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പീക്കർ ആരായിരുന്നു? സ്പീക്കർ എന്ന് പറയുന്നത് R ശങ്കരനാരായണൻ തമ്പി. നാരായണൻ തമ്പിയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അതേപോലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് PT ചാക്കോ. PT ചാക്കോയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അവരുടെ ഒന്നാം നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാണ് അത് നിലവിൽ വന്നത്? 1957 ഏപ്രിൽ 1-നാണ് അത് നിലവിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിയമസഭ വരുന്നത് അതേസമയം മന്ത്രിസഭ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1957 ഏപ്രിൽ 5-നാണ് എന്ത് വരുന്നത്? ഒന്നാം മന്ത്രിസഭ നിലവിൽ വരുന്നത്. നിയമസഭ വന്ന എന്നാണ്? ഏപ്രിൽ 1-നാണ്. അതൊന്നും മാറിപ്പോകരുത്. എത്ര മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 11 മന്ത്രിമാർ ഞാൻ പറഞ്ഞു. അതേപോലെ മൊത്തം വനിതാംഗങ്ങളുടെ എണ്ണം 6 ആയിരുന്നു. വനിതാ മന്ത്രി ചോദിച്ചാൽ എത്രയായിരുന്നു? അതൊരൊറ്റൊരാളെ ഉണ്ടായിരുന്നു വനിതാ മന്ത്രിയായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ആ ഒരു ഇതുമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാന നേതാക്കൾ? അപ്പൊ ഇതാണ് വൈക്കം സത്യാഗ്രഹം അല്ലെ. ഇതില് ഈ ഒരു 56/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ എന്താണ്? ഒരെണ്ണമാണ് എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്തത്. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം തെറ്റ് പഠിച്ചു വെക്കണ്ടല്ലോ നമുക്ക്. ഓക്കെ, നോക്കാം. താഴെ പറയുന്നതിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, അതേപോലെ CV കുഞ്ഞിരാമൻ. ആരൊക്കെയായിരുന്നു? ഈ പറയുന്ന എല്ലാവരും എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. മുകളിൽ പറഞ്ഞവരെല്ലാവരും അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം ഇവരുടെ എല്ലാവരുടെയും പേര്. എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അല്ലെ? ഇവരെല്ലാവരും അല്ലെ, നേതാക്കന്മാരുടെ പേര് നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്? ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ഏതാണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നമ്മൾ പഠിക്കുന്നുണ്ട്. അഞ്ചുതെങ്ങ് ആറ്റിങ്ങലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ആദ്യത്തെ കലാപം സംഘടിത കല. അതേപോലെ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിതം ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. എന്തായിരുന്നു കാരണം? ആ വൈക്കം അമ്പലത്തിന് ചുറ്റിനും എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. എന്നാണ് തുടങ്ങിയത്? 1924 മാർച്ച് 30-ന് ആരംഭിച്ച് എന്നുവരെ 1925 നവംബർ 23-നാണ് എന്ത് ചെയ്യുന്നത്? ഇത് അവസാനിക്കുന്നത്. ഓക്കെ, ഇത്രയും ദിവസം നീണ്ടു നിന്നൊരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തായിരുന്നു അതിന്റെ കാരണം അല്ലെ? സഞ്ചാര സ്വാതന്ത്ര്യത്തിന്, അതായത് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അവർണർക്ക് പ്രവേശനമില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളത്. ആ ഒരു ബോർഡും കഴിഞ്ഞിട്ട് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പുലയനും ഈഴവനും നായർ സമുദായത്തിൽപ്പെട്ട എന്ത് ചെയ്യുന്നുണ്ട്? അവരങ്ങ് നടന്ന് അതിന്റെ അപ്പുറം വരെ പോകും. ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ, ഇങ്ങനെ 3 പേരും കൂടി എന്ത് ചെയ്യും? ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകും. അവരായിരുന്നു സമരം എന്ത് ചെയ്യുന്നത്? തുടങ്ങി വെച്ചതെന്ന് പറയും. ഓക്കെ, അതായത് അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡിന്റെ തൊട്ടപ്പുറം വരെ പോകും, എന്നിട്ട് അവർ തിരിച്ചു പോരും. അപ്പൊ അതായിരുന്നു ആ ഒരു സമര രീതി എന്ന് പറയുന്നത്.
ഇനിയിപ്പോ നമുക്കറിയാം ഇതിനെതിരെ നമ്മുടെ ഒരു INC സമ്മേളനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഏതാണ്? അത് കാക്കിനട സമ്മേളനമാണ്. കാക്കിനട സമ്മേളനം. ഏത് വർഷമാണ് കാക്കിനട സമ്മേളനം? ഇത് തൊട്ട് മുമ്പായിരിക്കുമല്ലോ, 1923 അവിടെ ആ സമയത്ത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ TK മാധവൻ എന്ത് ചെയ്യുന്നത്, ഈ അയിത്തത്തിനെതിരായിട്ട് TK മാധവൻ ഒരു പ്രമേയം നടത്തുന്നുണ്ട് അല്ലെ. അതിനെ TK മാധവൻ, അത് ഏത് സമ്മേളനമാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് അയിത്തത്തിനെതിരായി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാണത്? കാക്കിനട സമ്മേളനമാണ്. ആരാണ്? TK മാധവനാണ്. ഏത് വർഷമാണ്? 1923. ഓക്കെ. ഇനി ഏതാണ്? ഇനി അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ സമയത്ത് വൈക്കം സത്യാഗ്രഹികൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നല്ലോ. അതങ്ങനെ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ വെല്ലൂർ മടവിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഠമായ വെല്ലൂർ മഠമായിരുന്നു അതിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രേരണയായിട്ട് അവിടെ വന്ന് കാണാനായിട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ആരാണത്? നമ്മുടെ വിനോബ ഭാവെ, ആചാര്യ വിനോബ ഭാവെയാണ്. ഓക്കെ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം ആരംഭിച്ചു. ശരിയാണ്. 1905 ഡോക്ടർ പൽപ്പുവാണ് സാധുജന പരിപാലന സഭ ആരംഭിക്കുന്നത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. ഇത് ശരിയാണ്. 14 മന്നത്തെ NSS, അതും ശരിയാണ്. 1905 അല്ല. 1907 ആ ഡോക്ടർ പൽപ്പു ആണോ? അല്ല. ആരാണ്? അയ്യങ്കാളിയാണ് എന്ത് ആരംഭിക്കുന്നത്? സാധുജന പരിപാലന സഭ ആരംഭിക്കുന്നത്. അതിന്റെ മുഖപത്രം ചോദിക്കാറുണ്ട്. ഏതാണ്? അത് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയാണ് മുഖപത്രം. അതിന്റെ എഡിറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ചെമ്പുന്തറ കാളിച്ചോതി കറുപ്പനാണ്. കാളിച്ചോതിക്കറുപ്പനാണ് എന്ത് വരുന്നത്? ഇതിന്റെ എഡിറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ. 1907 പഠിച്ചു വെക്കുക. ഇനി ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? 1903 എന്താണ്? SNDP ആരംഭിക്കുന്നു. അല്ലെ, SNDP വരുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലനം. ഓക്കെ. 1903 മെയ് 15. അതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ചോദിക്കാറുണ്ട്. ആജീവനാന്ത അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ്. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ചോദിച്ചാൽ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. അതിന്റെ മുഖപത്രം ഏതാണ്? മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥമാണ്. മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ വൈസ് പ്രസിഡന്റ് കൂടി പഠിച്ചു വെച്ചു. വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു. നമ്മുടെ പറയുന്നുണ്ടല്ലോ പൽപ്പുവിനെ പറ്റി, ഡോക്ടർ പൽപ്പു. അപ്പൊ 1903 മെയ് 15 SNDP ആരംഭിക്കുന്നത്. അതിന്റെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലമാണ്. സെക്രട്ടറി ആയിട്ട് വരുന്നത് കുമാരനാശാനും വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവും മുഖപത്രം യോഗനാഥവുമാണ്. ഓക്കെ. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? യോഗക്ഷേമ സഭ അല്ലേ? യോഗക്ഷേമ. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? 1908 യോഗക്ഷേമ സഭ. 1908 ജനുവരി 31 തുടങ്ങുന്നുണ്ട്. ആരായിരുന്നു പ്രസിഡന്റ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിന്റെ ആപ്തവാക്യമായിരുന്നു എന്ത്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആപ്തവാക്യമുള്ളത് ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത്? മനുഷ്യനാക്കുക. എവിടെയാണ്? അത് യോഗക്ഷേമ സഭയുടേതാണ്. അതിന്റെ പത്രമാണ് എന്ത്? മംഗളോദയം പത്രം. അപ്പൊ ഏതിൻ്റെതാണ്? യോഗക്ഷേമ സഭയുടേതാണ്. നെക്സ്റ്റ് ഉള്ളത് ഏതാണ്? NSS എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അതായത് ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ആ ഒരു മോഡലിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന NSS രൂപീകരിച്ച് 1914 ഒക്ടോബർ 31 ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? പെരുന്ന. നമ്മുടെ ചങ്ങനാശ്ശേരി കോട്ടയം പെരുന്നയാണ്. അതിന്റെ ആദ്യ പ്രസിഡന്റ്, ഫസ്റ്റ് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് നമ്മുടെ K കേളപ്പനാണ്. K കേളപ്പൻ. ഓക്കെ. അതേപോലെ തന്നെ സെക്രട്ടറി ചോദിച്ചാലോ? ഫസ്റ്റ് സെക്രട്ടറി ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മുഖപത്രം ഏതാണ്? മുഖപത്രം സർവീസസ് ആണ്. സർവീസ്. ഓക്കെ. ഇതാണ് അതിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കാം.
നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 71/24 ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 10 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത്, ഹിസ്റ്ററി പോർഷനിൽ വരുന്നത്. ഇതിൽ 9 ക്വസ്റ്റ്യനും ഇവർ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്തിരിക്കാം, നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കാം. 71/24 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. PYQ സീരീസിൽ നമ്മൾ ചെയ്തതാണെന്ന് തോന്നുന്നു, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഈ ക്വസ്റ്റ്യനിൽ ഈ 10 ക്വസ്റ്റ്യനിൽ 9 ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട് നമുക്ക്. ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും കേരള ഹിസ്റ്ററി ആയാലും വേൾഡ് ഹിസ്റ്ററി ആയാലും മൊത്തം നമുക്ക് പഠിച്ചു തീർക്കണമെങ്കിൽ നല്ല ടൈം വേണം. അത്രയും ടൈമും എഫേർട്ടും ഇട്ട് പഠിച്ച കുട്ടികൾക്ക് ഒരു വാല്യൂ ഇല്ലാത്ത വിധത്തിലല്ലേ ആ ഒരു 9 ക്വസ്റ്റ്യനും അവർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ. കാര്യം അത് വായിക്കാൻ തന്നെ നമ്മുടെ ഒത്തിരി സമയം ആ ഹോളിൽ പോയിട്ടുണ്ടാവും. കാര്യം അതേപോലെയായിരുന്നു ആ 10 ക്വസ്റ്റ്യനും ഭീകര സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ 10 ക്വസ്റ്റ്യൻ വായിക്കുന്ന നേരത്തെ തന്നെ നമുക്ക് എന്താണ് അപ്പുറത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയേനെ. എന്നിട്ട് അവർ എന്ത് ചെയ്തു, 9ഉം അവർ ക്യാൻസൽ ചെയ്തു. അല്ല, ഈ PSC ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് അവര് ഒരു വൃത്തിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ഒരു എക്സാം എന്ന് പറയുന്ന പ്രഹസനം നടത്തുന്നത്? ഓക്കെ, നോക്കാം നമുക്ക്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൽ വന്ന ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. 1925 ഫെബ്രുവരി 7 എന്ത് ചെയ്തു, 22 പേര് പിന്തുണച്ചു, 21 പേര് നിരസിച്ചു. ഇതിൽ ഭയങ്കര ഇതാണ് ആൻസർ ആയിട്ട് വന്നിരുന്നത്, ഓപ്ഷൻ ബി. അതായത് ശരിക്കും നമ്മൾ പഠിക്കുന്നത് 21 പേര് പിന്തുണച്ചു, 22 പേര് നിരസിച്ചു. ഇതായിരുന്നു ആൻസർ. കാര്യം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാഞ്ഞത്. കാര്യം ഒരു വോട്ടിനാണ് അത് അവിടെ തോറ്റു പോകുന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം ശരിയാണ്. ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 ജൂലൈയിലാണ് വെള്ളപ്പൊക്കം നടക്കുന്നത്. നമുക്കറിയാം 1924 മാർച്ച് 30-നാണ് എന്ത് ആരംഭിക്കുന്നത്, ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ ഇതാണ് 21 പേരാണ് അതിനെ പിന്തുണച്ചുള്ളൂ, 22 പേര് അതിനെ നിരസിച്ചു. ഒരൊറ്റ വോട്ടിന്റെ പുറത്താണ് അത് എന്താവുന്നത്, അത് ക്യാൻസൽ ആയി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓക്കെ, ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചെയ്യാം. കാര്യം ഇതിപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനടുത്തായി. എൻ്റെ സിസ്റ്റം ചെറിയൊരു കംപ്ലൈന്റ് ആണ്. അപ്പോൾ എനിക്ക് ഔട്ട് എടുക്കുമ്പോൾ ഭയങ്കര ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏകദേശം ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഇത്രയും കണക്റ്റഡ് ഫാക്ട്സ് പറയേണ്ട കാര്യമുള്ളൂ. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത് എളുപ്പമുള്ള കാര്യമാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ബാക്കി പോർഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.